ഏവർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം. വണക്കം. ഞായറാഴ്ച തോറുമുള്ള വചനധ്യാനത്തിൽ ഇന്നേ ദിവസം പഴയ നിയമത്തിൽ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തെ ആസ്പദമാക്കി ചില ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ആ വാക്യമൊന്ന് വായിച്ചു കൊള്ളട്ടെ. കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. മോഹിക്കരുത് മോഹിക്കരുത് എന്ന നിർദ്ദേശം കൽപ്പനയായി 2 തവണ ഒരു വാക്യത്തിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അവസാന കൽപ്പനയായ 10 കൽപ്പനകളിൽ അവസാനത്തെ കൽപ്പനയായ ഞാനിപ്പോൾ വായിച്ചു കേട്ട വാക്യത്തിൻ്റെ സാരാംശം ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ മോഹിക്കരുത്, മോഹിക്കരുത്, മോഹിക്കരുത്. എന്തുകൊണ്ടാണ് മോഹം എന്നത് ഒരു വലിയ ആത്മീയ അപകടമായി വേദപുസ്തകം മനസ്സിലാക്കുകയും അതിനെപ്പറ്റി താക്കീത് നൽകുകയും ചെയ്യുന്നത് എന്നതിനെപ്പറ്റി വ്യക്തത പ്രാപിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ ആശയം അല്പം വ്യത്യസ്തമെന്ന വിധത്തിൽ യേശു അവതരിപ്പിക്കുന്നത് നമുക്ക് സുപരിചിതമാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ യേശു പറയുന്നു, എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ മോഹിക്കരുത് എന്ന 10 കൽപ്പനയെ പറയുമ്പോൾ അതിന് ഏതാണ്ട് സമാനമായി പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പഠിപ്പീരിൽ നിങ്ങൾ സ്വയം ത്യജിക്കണം. ഇത് രണ്ടും ഏതാണ്ട് സമാനമായ നിർദ്ദേശങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ 2 ഭാഗങ്ങളെയും 2 വാക്യങ്ങളെയും മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥം, ഈ ആത്മീയ നിർദ്ദേശത്തിൻ്റെ പൊരുളും പ്രസക്തിയുമെന്ത് എന്ന് പ്രാർത്ഥനാ പുരസ്സരം അന്വേഷിച്ച് മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇത് സർവ്വലൗകികമായ മനുഷ്യ അവസ്ഥയിൽ എപ്പോഴും സ്ഥിതി ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന, മനുഷ്യൻ്റെ ആത്മീക പുരോഗമനത്തിന് ഏറ്റവും തടസ്സം വരുത്തുന്ന ഒരു ഘടകത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടത് വിധത്തിൽ മനസ്സിലാക്കുക നമ്മുടെ പ്രാവർത്തികമായ ആവശ്യമാണ്. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായ ഉത്ബോധനങ്ങൾ ക്രിസ്തീയ ഗോളത്തിൽ നടക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ സ്ഥാനത്ത് പ്രോസ്പെറിറ്റി ഗോസ്പൽ ഇങ്ങനെ കൊടികുത്തി വാഴുകയാണ്. ഞാൻ ഈ ഒരു ഭാഗത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം ഈ പ്രോസ്പെറിറ്റി ഗോസ്പൽ തന്നെയാണ്. അത് മോഹത്തിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ അപശേഷം, സുവിശേഷമല്ല അപവിശേഷം എന്ന് വേണം. മോഹത്തിൻ്റെ അപവിശേഷമാണ് പ്രോസ്പെറിറ്റി ഗോസ്പൽ. അതുകൊണ്ട് തന്നെ പ്രോസ്പെറിറ്റി ഗോസ്പലിൻ്റെ യഥാർത്ഥത്തിലുള്ള അപകടവും അത് വരുത്താവുന്ന ആത്മീകമായ നാശനഷ്ടങ്ങളും എത്ര ഭീകരമാണ്, അവ എപ്രകാരമൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ആത്മീകമായ നിർദ്ദേശത്തെ അതിൻ്റെ ആത്മാവിലും സത്യത്തിലും മനസ്സിലാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടും കൂടെയാണ് ഈ കാലങ്ങളിൽ മനുഷ്യർ ഭ്രാന്ത് പിടിച്ച് പ്രോസ്പെറിറ്റി ഗോസ്പലിൻ്റെ പുറകെ ഓടുമ്പോൾ അവർ ഏത് കുഴിയിലോട്ടാണ് വീഴാൻ പോകുന്നത് എന്നവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ട് അപ്രകാരം ഒരു ബോധവൽക്കരണം നടത്തുക അത്യന്താപേക്ഷിതമായതുകൊണ്ട് അതിലേക്ക് പ്രയോജനപ്പെടട്ടെ എന്ന ഉദ്ദേശിച്ചും കൂടെയാണ് ഈ ധ്യാനത്തിൻ്റെ ഉള്ളടക്കം വിവക്ഷിച്ചിരിക്കുന്നത് എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കാം. മോഹിക്കുന്നതിലടങ്ങിയിരിക്കുന്ന ആത്മീകമായ അപകടം എന്താണ്? മോഹിക്കരുത് മോഹിക്കരുത് എന്നാവർത്തിച്ച് പറയുമ്പോൾ അത് നാം മനസ്സിലാക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന്, സാർവലൗകികമായ മനുഷ്യ സ്വഭാവത്തിൻ്റെ ബലഹീനതയാണ് മോഹം എന്നുള്ളത്.
മോഹം മനുഷ്യൻ്റെ കൂടപ്പിറവിയാണ്. എന്നാൽ അതേസമയം തന്നെ ഈ മോഹം എന്നത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അപകടം കൂടെയാണ്. ഇതൊരു വിരോധാഭാസം തന്നെയാണ്. പക്ഷേ ഈ വിരോധാഭാസം നമ്മുടെ ജീവിത യാഥാർത്ഥ്യമാകയാൽ ഇതിൻ്റെ പൊരുൾ വേണ്ടതുപോലെ തിരിച്ചറിയുക അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആദ്യം നാം മനസ്സിൽ കുറിക്കേണ്ടത് മോഹം സാർവലൗകികമായ മനുഷ്യൻ്റെ ഒരു ബലഹീനതയാണ്. 2, മോഹം എന്നത് മനുഷ്യൻ്റെ ആത്മീയമായ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ അപകടം വരുത്തുന്ന, അതിനെ ഇല്ലാതാക്കുന്ന, ഉന്മൂലനാശം ചെയ്യുന്ന ഒരു ഘടകമാണ്. അത് മനസ്സിലാക്കുന്നതിന് പുതിയ നിയമത്തിൽ നിന്ന് 2 ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. അത് വ്യക്തത പ്രാപിക്കുന്നതിന് സഹായിക്കുമെന്നതുകൊണ്ട് തന്നെ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 13-ാം വാക്യം മുതൽ ധനികനായ മൂഢൻ അല്ലെങ്കിൽ മൂഢനായ ധനികൻ അതിൻ്റെ ഉപമ ഉള്ളതായി നമുക്കറിയാം. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? യേശു വളരെ കാതലായ ആത്മീയ സത്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ മധ്യത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ പ്രതികരണം ഉണ്ടാകുകയാണ്. എന്താണ്? ഗുരു, ഞാനുമായി വസ്തു പങ്കിടുന്നതിന് എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും. യേശു പറഞ്ഞുകൊണ്ടിരുന്നതും അവൻ ഉയർത്തുന്ന ചോദ്യവുമായി യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ അർത്ഥം യേശു വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മനസ്സിൽ വസ്തു തർക്കവും മാത്രമായിരുന്നു. ഇതാണ് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ. ഇപ്പോൾ തന്നെ ഈ യൂട്യൂബ് സംഗമത്തിൽ ഞാനിടുന്ന വീഡിയോകൾ, അതിനോട് ചില ആളുകളെങ്കിലും പ്രതികരിക്കുന്നത് അതിൻ്റെ ഉള്ളടക്കത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടേ അല്ല, ആ വീഡിയോകൾ കണ്ടിട്ടായിരിക്കാം. പക്ഷേ അത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ വേറെ ഏതാണ്ടൊക്കെയാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെയും എൻ്റെ മനസ്സിൽ ഈ സംഭവം വന്ന് പതിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും വൈകിട്ട് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി ഫോണിൽ വിളിച്ചെന്നെ വേണ്ടതുപോലെ ശകാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് യേശു പറഞ്ഞ വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഈ മനുഷ്യന് കഴിയാതെ പോയത്? അവൻ്റെ മോഹം കൊണ്ടാണ്. അവന് വസ്തു കിട്ടണം. അതിൽ സഹോദരന് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയൊരു ഷെയർ കിട്ടിയാൽ നന്ന്. അതുകൊണ്ടാണ് യേശുവിനോട് പറയുന്നത്, കൽപ്പിച്ചാലും. കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവന് അതല്ലാതെ മറ്റൊരു പോംവഴി വരാത്ത വിധത്തിൽ നീ അവൻ്റെ സാധ്യതകൾക്കെതിരെ കഥ അടച്ചു തരണം എന്നാണ് യേശുവിനെ ഉപയോഗിക്കാനുള്ള മാർഗമാണ്. രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞാൽ, 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ. അവൻ എന്തുകൊണ്ടാണ് അപകടത്തിലായിപ്പോയത്? അത് മോഹം കൊണ്ട് മാത്രമല്ലയോ? അവൻ അപകടത്തിലായത് അവൻ എന്തുകൊണ്ടാണ് യേശുവിനെ വിറ്റത് എന്നത് നമുക്കറിയാം. വിൽക്കുക എന്ന് പറഞ്ഞാൽ മോഹിക്കുക എന്നല്ലേ അർത്ഥം. മോഹിക്കുന്നവനല്ലേ വിറ്റ് കാശാക്കത്തുള്ളൂ. അപ്പോൾ മോഹം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ നാം ദൈവത്തെ പോലും വിൽക്കും എന്നതിൻ്റെ വളരെ പ്രത്യക്ഷമായ ഉദാഹരണവും താക്കീതുമാണ് ഇസ്കരിയോത്താവ് യൂദ. അങ്ങനെ ദൈവത്തെ നിരന്തരം വിറ്റുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ. അങ്ങനെ ദൈവത്തെ വിൽക്കുന്ന പരിപാടിയിൽ അസത്യവും അഭിനയവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് മുന്നമേ ഏവരും കാണേണ്ടതാണ്. പക്ഷേ അതിനു പകരം അത് മനസ്സിലാക്കാൻ കഴിയാതെ അവരുടെ കണ്ണുകൾ അടച്ചു കളയുന്ന അവരുടെ മോഹമാണ്. ഇപ്പോൾ പ്രോസ്പെരിറ്റി ഗോസ്പൽ വിറ്റ് നടക്കുന്ന മഹാന്മാരുടെ മോഹവും അവരിൽ നിന്ന് വല്ല ആനുകൂല്യവും പ്രാപിക്കാം എന്ന പ്രതീക്ഷയിൽ അവരുടെ പുറകെ പോകുന്ന ആളുകളുടെ മോഹവും തമ്മിലുള്ള ഒരു ആലിംഗനമാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തെ വിറ്റ് കാശുണ്ടാക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ മോഹവും അങ്ങനെ നടക്കുന്ന ആളുകൾക്കൂടെ വല്ല ആനുകൂല്യവും പ്രാപിക്കാമെന്ന് പറഞ്ഞ് അവിടെ പുറകെ ഓടി നടക്കുന്ന വിശ്വാസികളുടെ മോഹവും തമ്മിലുള്ള ആലിംഗനമാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നതാണ് ഞാൻ നാളിതുവരെ അന്വേഷിച്ചതിൽ, ചിന്തിച്ചതിൽ, മനനം ചെയ്തതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനപ്പുറത്ത് പ്രോസ്പെരിറ്റി ഗോസ്പലിനെ പറ്റി ഒരു ഡെഫിനിഷൻ, ഒരു വിവക്ഷ, ഒരു വിശദീകരണം എനിക്ക് നൽകുവാൻ സാധ്യമല്ല. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. മോഹം നമ്മളെ അടക്കി ഭരിക്കുമ്പോൾ
നമുക്ക് ഒന്നിനോടും സത്യസന്ധമായ ബന്ധം പുലർത്തുവാനോ എന്തിൻ്റെയെങ്കിലും സത്യം അല്ലെങ്കിൽ അർത്ഥം വേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ സാധ്യമല്ല. നമ്മുടെ കണ്ണ് അടച്ചു കളയുന്നു, നമ്മുടെ മനസ്സിൽ അത് ഇരുട്ടുകൊണ്ട് നിറയ്ക്കുന്നു, നമ്മുടെ ആത്മീയ വെളിച്ചം വിളക്ക് അത് ഊതിക്കെടുത്തുന്നു. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് ഭീകരമാണ്. ഇത് മനസ്സിലാക്കിയേ മതിയാവും. അതുകൊണ്ട് യേശു പറയുന്നു, നിങ്ങൾ സ്വയം ത്യജിക്കണം. റിനൗൺസിയേഷൻ. യേശു സെൽഫ് ഡിനയൽ എന്ന വാക്കാണ്. അത് ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമാണ്. അത് വാസ്തവത്തിൽ ഇന്ത്യൻ ഫിലോസഫിയിൽ അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് വൈരാഗ്യ എന്നാണ്. സംസ്കൃത വാക്കാണ് വൈരാഗ്യ. വൈരാഗ്യ എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം വൈരാഗ്യമെന്ന മലയാള പദത്തിൻ്റെ അർത്ഥമല്ല. എന്നാൽ അത് അതിനോട് അടുത്ത് നിൽക്കുന്നതാണ്. മോഹങ്ങളോടുള്ള വൈരാഗ്യമാണ് റിനൗൺസിയേഷൻ. മോഹങ്ങളോടുള്ള വൈരാഗ്യമാണ് ആത്മീയമായ വൈരാഗ്യം ഓർ റിനൗൺസിയേഷൻ. ഇപ്പോൾ സാൻസ്ക്രിറ്റിൽ റിനൗൺസിയേഷൻ, സെൽഫ് ഡിനയൽ, അതിൻ്റെ പദം എന്താണ്? സാൻസ്ക്രിറ്റ് പദം എന്താണ്? വൈരാഗ്യ, റിനൗൺസിയേഷൻ. അപ്പോൾ ഈ റിനൗൺസിയേഷൻ്റെ അല്ലെങ്കിൽ വൈരാഗ്യ എന്ന് പറയുന്ന ആത്മീയ അച്ചടക്കം പാലിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം, മോഹം എന്നത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കുകയും അവൻ്റെ ആത്മീയമായ വളർച്ചയെ തളർത്തിക്കളയുകയും ചെയ്യുന്ന വലിയ അപകടമാണ്. അത് വളരെ ശക്തിയേറിയ ഒരു രോഗമാണ്. അതുകൊണ്ട് അതിനെ കീഴടക്കുക ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നതിന് അത്യന്താപേക്ഷിതമാകയാൽ അതിനുവേണ്ടി നിങ്ങൾ സർവായുധ വർഗവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവീൻ. പൗലോസ് പറയുന്നല്ലോ, നാം യുദ്ധം ചെയ്യുന്നത് വാഴ്ചകളോടോ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. ഈ വാഴ്ചകളും അധികാരങ്ങളും എന്താണ് എന്നാരും വ്യക്തമായി പറയുന്നില്ല. ആത്മീയമായി നോക്കുമ്പോൾ ഈ വാഴ്ചകളും അധികാരങ്ങളും നമ്മുടെ മോഹങ്ങളും ദുർമോഹങ്ങളുമാണ്. നമ്മുടെ ദുർമോഹങ്ങളും ദുഷ്പ്രവണതകളുമാണ്. our desires and impulses നമ്മെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുകയും നമുക്ക് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തുന്നത് നമ്മുടെ മോഹങ്ങളും നമ്മുടെ ദുഷ്പ്രവണതകളുമാണ്. മനുഷ്യൻ വീണു പോകുന്നത് അങ്ങനെയാണ്. ഹവ്വ എങ്ങനെയാണ് വീണു പോയത്? അവളെ ദൂരെ നിന്ന് വന്ന് ഒരുത്തൻ കീഴടക്കിയൊന്നുമല്ല. സാത്താൻ വന്ന് പരീക്ഷിച്ചുവെങ്കിലും അവളെ ഉന്തിയിടാൻ സാത്താന് ശക്തിയില്ല, അധികാരവുമില്ല. അവളെ തന്നെ പരീക്ഷിച്ചു എന്നതാണ് ആ ഭാഗം വായിക്കുമ്പോൾ. സാത്താൻ ഒരു സൂചന നൽകി, പക്ഷേ സാത്താൻ പറഞ്ഞതിനപ്പുറത്ത് പോയി അവൾ ചിന്തിക്കുകയും അവളെ തന്നെ വശീകരിക്കുകയും ചെയ്ത് അവൾ വീണുപോയി. അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവളുടെ ഭർത്താവായ ആദാവും അത് തന്നെ ചെയ്തു കാണും. അതിനെപ്പറ്റി അവിടെ പറയുന്നില്ല. അത് പുരുഷനോട് കാണിക്കുന്നൊരു അവൻ അർഹിക്കാത്ത ഔദാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മറ്റൊരു വിഷയമാണ്, ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം അത് കൈകാര്യം ചെയ്തില്ല. അപ്പോൾ ഈ മോഹം എന്നതൊരു വലിയ അപകടമാണ് നമ്മുടെ ജീവിതത്തിൽ. എനിക്ക് എൻ്റെ ജീവിതത്തെപ്പറ്റി മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ വീഴ്ചകളുടെയും, ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ യാതനകളുടെയും, എൻ്റെ വ്യക്തിത്വത്തിന് മുറിവേറ്റ എല്ലാ സംഭവങ്ങളുടെയും പുറകിൽ വർത്തിച്ചിട്ടുള്ളത് മോഹം എന്ന് പറയുന്ന യഥാർത്ഥത്തിലുള്ള സാത്താനാണ്. സാത്താനെ നാം മനസ്സിലാക്കേണ്ടത് മോഹങ്ങളുടെ ആത്മാവായിട്ടാണ്. അതിനെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് ദൈവികമായ ഒരു വ്യക്തിത്വം പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ മോഹത്തെ നേരിടുന്നതിനുള്ള ഒരു സമീപനത്തിൻ്റെ പേരാണ് സ്വയം ത്യജിക്കുക. സ്വയം എന്ന് പറഞ്ഞാൽ മോഹം, സ്വയം സമം മോഹം. അതേറ്റവും ലളിതമായി മനസ്സിലാക്കണം. സ്വയത്തെ ആത്മീയ സാഹചര്യത്തിൽ, കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കാൻ ഇപ്രകാരം ഓർത്തിരുന്നാൽ മതി: സ്വയം സമം മോഹം. സ്വയം എന്നാൽ മോഹം തന്നെ. അപ്പോൾ സ്വയത്തെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ മോഹങ്ങൾ ത്യജിക്കുക, അല്ലെങ്കിൽ റിനൗൺസിയേഷൻ, ത്യാഗം, റിനൗൺസിയേഷൻ പാലിക്കുക എന്നതാണ്. അപ്പോൾ ഇനിയും എന്താണ് റിനൗൺസിയേഷൻ? അത് മനസ്സിലാക്കാൻ ഞാൻ
നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അല്പസമയം നിങ്ങളെ ഹിന്ദു ഫിലോസഫിയിലോട്ട്, ഹിന്ദു മതത്തിലോട്ടല്ല, ഹിന്ദു ഫിലോസഫിയിലോട്ട് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കാര്യം, ഒരാശയം, ഒരു അവസ്ഥ മനസ്സിലാക്കാൻ എവിടെ നിന്നെങ്കിലും വെളിച്ചം പ്രാപിപ്പാൻ സാധിച്ചാൽ അത് സ്വീകരിക്കാൻ എനിക്ക് വലിയ സന്തോഷവും ആവേശവുമാണ്. ഹിന്ദു ഫിലോസഫി ആയതുകൊണ്ട് അത് തൊട്ടുപോകരുത്, തൊട്ടാൽ നരകത്തിൽ പോകും എന്ന് ആളുകൾ പറയുമ്പോൾ ഞാൻ ഉള്ളിൽ ചിരിക്കുകയും കരയുകയുമാണ് ചെയ്യാറുള്ളത്. അത് വലിയ പോഷത്വമാണ് എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ. ഇങ്ങനെ പ്രിജുഡിസസ് വെച്ചുകൊണ്ട് മുൻവിധികളുടെ അടിമകളായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. സത്യത്തെ സ്വീകരിപ്പാൻ കഴിയാതെ വണ്ണം നമ്മുടെ മനസ്സിന് ചങ്ങലയിടാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. ഏതായാലും നിങ്ങൾ എന്നോട് സഹകരിക്കും എന്ന പ്രതീക്ഷയും ഞാൻ ഹിന്ദു ഫിലോസഫിയിൽ നിന്ന് ഈ വൈരാഗ്യ അല്ലെങ്കിൽ റെനൺസിയേഷൻ എന്താണ് എന്നൊന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ്. ഏറ്റവും ഹ്രസ്വമായും ലളിതമായും ഞാൻ പല ഫിലോസഫി സ്കൂൾസും ഇൻക്ലൂഡിങ് സ്റ്റോയിസിസം ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കുന്നതിന് പഠിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും പ്രയോജനം, ഏറ്റവും സൂക്ഷ്മമായ വിഷയത്തെ അവലോകനം ചെയ്തത് ഹിന്ദു ഫിലോസഫിയാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. മറ്റെല്ലാ ഫിലോസഫി സ്കൂളുകളും പറയുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവതരിപ്പിച്ചാൽ ഈ ദിവസം മുഴുവൻ ഞാനിവിടെ സംസാരിക്കേണ്ടി വരും. നിങ്ങൾക്കതിന് സമയമില്ല, സഹനശക്തിയുമില്ല. അതുകൊണ്ട് ഞാൻ ഒരേ ഒരു കാഴ്ചപ്പാട് മാത്രം, അത് ഹിന്ദു ഫിലോസഫിയാണ്. ഞാനിതുവരെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഉപയോഗിക്കുന്ന വാക്ക് വൈരാഗ്യ എന്നതാണ്. എൻ്റെ ഇംഗ്ലീഷ് പദം റിനൺസിയേഷൻ എന്നാണ്. അപ്പോൾ ഈ റിനൺസിയേഷൻ എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നത് ലോകത്തിലെ എല്ലാ ആളുകളും അറിയുന്നത് പോലെ ഹിന്ദു ഫിലോസഫിയിലും അറിഞ്ഞിരുന്നു. അതിന് ഹിമാലയത്തിന് മുകളിൽ പോയി തപസ് ചെയ്തിരുന്ന ആളുകളുണ്ട്. അത് വർഷങ്ങളോളം അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ തപസ് മുടക്കാനായിട്ട് വരുന്ന, അവരെ മോഹത്തിൻ്റെ വഴിയിലേക്ക്, താഴ്വരയിലേക്ക് വലിച്ചെറിയാൻ വരുന്ന സ്ത്രീ രൂപങ്ങളുണ്ട്. ഉർവശി, രംഭ, തിലോത്തമ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. അത് പോട്ടെ, നമ്മളതിലേക്ക് പോകണ്ട. അപ്പോൾ അത് മോഹവും വൈരാഗ്യവും തമ്മിലുള്ള സംഘർഷമാണ് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അംശമെന്ന ഒരു തിരിച്ചറിവാണ് ഈ ചിന്താ മേഖലയെ അടക്കി ഭരിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. അത് തന്നെ യേശുവിൻ്റെ ദർശനത്തിലുമുണ്ട്. അതിൽ അങ്ങുപിങ്ങും ചില അല്പമായ വ്യത്യാസങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ സാരാംശം നോക്കുമ്പോൾ ഇത് തമ്മിൽ വലിയ സാമ്യമുണ്ട് എന്നത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അപ്പോൾ ഈ മോഹത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി ആത്മീയമായ വളർച്ച പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ താല്പര്യമുള്ളവർ പാലിക്കേണ്ട അച്ചടക്കത്തെ വൈരാഗ്യ അല്ലെങ്കിൽ റിനൺസിയേഷൻ എന്ന് പറയുന്നു. ഇനിയും റിനൺസിയേഷൻ എന്നാൽ എന്താണ്? ഹിന്ദു ഫിലോസഫി അത് പറയുന്നത് 4 തരത്തിലുള്ള റിനൺസിയേഷൻസ് ഉണ്ട്. അതിനെ വാസ്തവത്തിൽ തരമെന്ന് പറയുന്നതിനേക്കാൾ 4 ലെവലിലുള്ള, 4 സ്റ്റേജസിലുള്ള റിനൺസിയേഷനുണ്ട്. അത് വളരെ സൂക്ഷ്മമായി അവർ മനസ്സിലാക്കിയിരുന്നു. അത് മനസ്സിലാക്കിയാൽ നമുക്കും പ്രയോജനമുണ്ട് എന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേജിനെ അവർ കൊടുത്തിരിക്കുന്ന പേര് മൃദുല വൈരാഗ്യ എന്നാണ്. മൃദുല വൈരാഗ്യ. മൃദുലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോഫ്റ്റ്, വലിയ കട്ടിയൊന്നുമില്ല, വലിയ തപസ്സൊന്നും ചെയ്യേണ്ട, വലിയ ഘോര തപസ് ഒന്നുമല്ല, മൃദുല വൈരാഗ്യം. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ഇപ്പം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയുന്നതല്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ടതിന് ഞാനൊരു പുസ്തകത്തിൻ്റെ ഒരു 1.5 പേജിലുള്ള കാര്യങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിച്ച് ഈ ചിന്ത അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകം, അതെഴുതിയിരിക്കുന്നത് പ്രഭുദത്ത ശാസ്ത്രി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഒരു ഹിന്ദു ഫിലോസഫറായ ആണ്. അദ്ദേഹം ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപാണ് തൻ്റെ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപാണ്. അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലും അനേക യൂണിവേഴ്സിറ്റികളിൽ ബുദ്ധിരാക്ഷസന്മാരുടെ, വലിയ വലിയ ഫിലോസഫർമാരുടെ ഇടയിൽ
ഇന്ത്യൻ ഫിലോസഫിയെ അതിൻ്റെ ഏറ്റവും പ്രാഗൽഭ്യത്തോടെ അവതരിപ്പിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പുസ്തക രൂപത്തിൽ പിൽക്കാലത്ത് പബ്ലിഷ് ചെയ്യപ്പെടുകയുണ്ടായി. അതിലൊന്നാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഈസ്റ്റേൺ ഫിലോസഫി എന്ന് പറഞ്ഞ പുസ്തകം. പക്ഷെ ഞാൻ ആ പുസ്തകത്തെ അല്ല ഇപ്പോൾ ആശ്രയിക്കുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് മായ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ഷമിക്കണം, ഞാൻ ആൻ ഇൻട്രൊഡക്ഷൻ ടു ഈസ്റ്റേൺ ഫിലോസഫി എന്ന് പറഞ്ഞ പുസ്തകത്തെ അതിലുള്ള 1.5 പേജാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. അപ്പം മൃദുല വൈരാഗ്യ എന്നാൽ എന്താണ് അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത്, ദിസ് ഈസ് ദ മൈൽഡസ്റ്റ് കൈൻഡ്, ഏറ്റവും മൈൽഡായിട്ടുള്ള, ഏറ്റവും എളുപ്പം, എല്ലാവർക്കും വലിയ പ്രയാസമില്ലാതെ ആചരിക്കാവുന്ന ഒരു അച്ചടക്കമാണ് ഈ മൃദുല വൈരാഗ്യ. അതെന്താണ്? ആൻഡ് മീൻസ് ദാറ്റ് ഫീലിംഗ് ഓഫ് റിക്കോയിൽ ഫ്രം ദ വേൾഡ്ലി ഓബ്ജക്ട്സ്. ലോകത്തിലെ വസ്തുതയെ കാണുമ്പോൾ അതിനോട് ആസക്തി വന്ന് അതിനോടങ്ങ് അയ്യോ അത് കിട്ടിയേ തീരൂ, ഒരു പരസ്യം കണ്ടാൽ ഉടനെ അത് കിട്ടിയില്ലെങ്കിൽ അങ്ങ് ശ്വാസം മുട്ടും, കിട്ടിയില്ലേ മുട്ടും എന്ന അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം, നമ്മുടെ സംസ്കാരം, പാശ്ചാത്യ സംസ്കാരമാണ് ഇപ്പോൾ നമ്മുടെ സംസ്കാരം. ഇത് മനുഷ്യനെ ഈ അത്യാർത്തിയുടെ ആഴങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതാണ്. ഒരു പുതിയ ഫോൺ മാർക്കറ്റിൽ വന്നാൽ അത് വാങ്ങിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. അപ്പോൾ മൃദുല വൈരാഗ്യം എന്താണ്? അതൊരു എല്ലാവർക്കും പാലിക്കാവുന്നതാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഫീലിംഗ് ഓഫ് റിക്കോയിൽ ഫ്രം വേൾഡ്ലി ഓബ്ജക്ട്സ്. ഒരു പുതിയ ഫോൺ മാർക്കറ്റിൽ വന്നു, എല്ലാവരും അതിനുവേണ്ടി രാവിലെ 2 മണി തൊട്ട് ക്യൂ നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, അതില്ലാതെ എനിക്ക് കഴിയാം. ഒരു പ്രസിദ്ധനായ ക്രിസ്ത്യൻ ഡെസേർട്ട് ഫാദർ, അദ്ദേഹത്തെ പറ്റി ഒരു കഥ പറയുന്നു. അദ്ദേഹം വർഷത്തിലൊരിക്കൽ, ഇപ്പോൾ ഡെസേർട്ട് ഫാദേഴ്സ് അങ്ങ് ഡെസേർട്ടിലാണ്, മരുഭൂമിയിലാണ്, അവർക്ക് സംസ്കാരവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പരിഷ്കാരം, മനുഷ്യൻ്റെ സന്തോഷം, ലൗകിക മനുഷ്യൻ്റെ സന്തോഷം, ഇതിലൊന്നും അവർക്ക് പങ്കൊന്നുമില്ല. പക്ഷേ ഈ മനുഷ്യൻ, ഈ വിശുദ്ധനായ മനുഷ്യൻ വർഷത്തിലൊരിക്കൽ ആ മരുഭൂമിയിൽ നിന്ന് വന്ന് പട്ടണത്തിൽ വന്ന് അവിടെയുള്ള കടകളുടെ മുമ്പിൽ ചെന്ന് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നോക്കി പോകും. എന്നാൽ ഒന്നും വാങ്ങിക്കാറില്ല. ഇത് ഒരുത്തൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അയാൾ വിചാരിച്ചത് ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത്? ദൂരെ നിന്ന് വരുന്നു, ഓരോ കടയുടെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവിടെ എന്താണ് വെച്ചിരിക്കുന്നത് എന്നാൽ ഒന്നും വാങ്ങിക്കുന്നുമില്ല. ഇയാളങ്ങ് പോകുകയാണ്. ഓരോ കടയിലും വന്ന് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഇയാളുടെ മുഖത്ത് വലിയ സന്തോഷമാണ്, എന്നാൽ ഒന്നും വാങ്ങിക്കാതെ അങ്ങ് പോവുകയും ചെയ്യുന്നു. വന്നതുപോലെ തിരിച്ച് മരുഭൂമിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാമെന്നും വിചാരിച്ച് ഇയാൾ ഈ വിശുദ്ധനായ മനുഷ്യനോട് ചോദിച്ചു, താൻ എന്താണ് ഈ കാണിക്കുന്നത്? എന്താണ് ഇവിടെ വന്നിങ്ങനെ നോക്കിയിട്ട് സന്തോഷിച്ചിട്ടൊന്ന് വാങ്ങിക്കാതെ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിത് ഓരോ വർഷവും ഇവിടെ വരുന്നത് ഇത് കണ്ട് സന്തോഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന സന്തോഷം അനുഭവിക്കാനായിട്ട് ഞാനിവിടെ വരുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വാങ്ങിച്ച് സന്തോഷിക്കാനല്ല, ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ ദൈവമേ എന്ന സന്തോഷം അനുഭവിക്കാനായിട്ട് ഞാൻ വരുന്നതാണ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ ഈ മൃദുല വൈരാഗ്യ, മൈൽഡ് റിനൗൺസിയേഷനിൽ എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെപ്പറ്റി ഒരു തൃപ്തിയില്ലായ്മ, എനിക്കത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടണമെന്ന് ഒരാവശ്യവുമില്ല, അതില്ലെങ്കിലും എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, ഈ ഒരവസ്ഥയാണ്. അപ്പം ഈ അവസ്ഥയിൽ ഉന്നതമായ അവസ്ഥ പ്രാപിക്കണമെന്ന ഒരു വലിയ താല്പര്യമൊന്നുമില്ല. അതാണ് മൃദുല വൈരാഗ്യ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ദ സ്റ്റേജ് ദ ലോങ്ങിങ് ഫോർ സംതിങ് ഹയർ ഈസ് ഓൺലി വേഗ് ആൻഡ് ഇൻഡിസ്റ്റിങ്ക്റ്റ് ഓൾദോ യു ഡു ഫീൽ ഓൾ ദ സെയിം. അപ്പോൾ അങ്ങനെ ഭൗതികമായ കാര്യങ്ങളോട് അല്പം വിരക്തി തോന്നുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭൗമമായ കാര്യങ്ങളെപ്പറ്റി അല്പം താല്പര്യം ആ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ അതിനുവേണ്ടി നാം പ്രത്യേകമായി ശ്രമിക്കാറില്ല. ഇതാണ് ആദ്യത്തെ ഘട്ടം. അവൻ്റെ പേരെന്താണ്? മൃദുല വൈരാഗ്യ, മൈൽഡ് റിനൗൺസിയേഷൻ. രണ്ടാമത്തെ ഘട്ടം ഇതാണ്, മധ്യമ വൈരാഗ്യ. മധ്യമം എന്ന് പറഞ്ഞാൽ മിഡിൽ, മധ്യമ വൈരാഗ്യ. അതെന്താണ് എന്ന് പ്രൊഫസർ ശാസ്ത്രി പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വായിക്കാം. ദിസ് ഈസ് ദ മിഡ്ലിംഗ് ടൈപ്പ്. അതായത് മൃദുല വൈരാഗ്യത്തേക്കാൾ കുറച്ചുകൂടെ മുൻപോട്ട് കടന്നതാണ് മിഡ്ലിംഗ് ടൈപ്പ്, ആൻഡ് മീൻസ് ദാറ്റ് ഫീലിംഗ് വിച്ച് അറൈസസ് ഇൻ യുവർ മൈൻഡ് ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് എ ഹയർ പെർഫെക്ഷൻ.
മൃദുല വൈരാഗ്യയിൽ അതില്ല. ഈ മധ്യമ വൈരാഗ്യയിൽ ലോകത്തിലെ ഈ നമ്മെ പ്രലോഭിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അല്പം വിരക്തി മാത്രമല്ല, അതിൽ നിന്ന് ഉന്നതമായ കാര്യത്തിലേക്ക് അല്ലെ അവസ്ഥയിലേക്ക്, സന്തോഷങ്ങളിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന ഒരു നല്ല ആഗ്രഹം ഉള്ളിൽ ജനിക്കുന്ന അവസ്ഥയാണ് ഈ മധ്യമ വൈരാഗ്യ എന്ന അവസ്ഥ. ഇത് രണ്ടാമത്തെ അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നാം ലോകത്തെ കാണുമ്പോൾ ലോകത്തിന് വലിയ അട്രാക്ഷനൊന്നുമില്ല. ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മെ അത്രമാത്രം വശീകരിക്കുകയില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജിലെത്തും. ആ സ്റ്റേജിൻ്റെ പേരാണ് മൂന്നാമത്തെ റിനൻസിയേഷൻ. റിനൻസിയേഷൻ്റെ മൂന്നാമത്തെ സ്റ്റേജിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? അതിമാത്ര വൈരാഗ്യ. അതിമാത്ര വൈരാഗ്യ. ആദ്യത്തേത് മൃദുല വൈരാഗ്യ, രണ്ടാമത്തെ മധ്യമ വൈരാഗ്യ, മൂന്നാമത്തേത് അതിമാത്ര. ADHIMATRA, മാത്ര. ലാസ്റ്റ് A ഈസ് എലോങ്ങേറ്റഡ്, മാത്ര. അതിമാത്ര വൈരാഗ്യ. അതെന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഹയർ സ്റ്റേജ് ഡിഫറിങ് ഫ്രം ദ പ്രീവിയസ് വൺ ഇൻ ഇൻറ്റൻസിറ്റി. അതായത് മധ്യമ വൈരാഗ്യ, അവിടെ ലോകത്തിലെ കാര്യങ്ങളോട് ഉള്ള അതൃപ്തി ജനിക്കുമ്പോൾ തന്നെ ഉന്നതമായ കാര്യങ്ങളെപ്പറ്റി ബോധ്യം വരികയും അതിനോടല്പം മമത തോന്നുകയും ചെയ്യും. മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ അതിനോടുള്ള താല്പര്യം വളർന്ന് വികസിച്ച് അതിന് ബലം പ്രാപിക്കും. അപ്പോൾ ആ 3 സ്റ്റേജ് നിങ്ങൾ മനസ്സിലാക്കണം. മൃദുല വൈരാഗ്യ, അത് ലോകത്തിലെ നമ്മെ വശീകരിക്കുന്ന കാര്യങ്ങളോടുള്ള അതൃപ്തിയുടെ ജനനമാണ്. മധ്യമ വൈരാഗ്യ, അത് ലോകത്തിലെ മോഹിപ്പിക്കുന്ന കാര്യങ്ങളോടുള്ള അതൃപ്തി, അതിനോടുകൂടി ഒരു പുതിയ ഘടകം കൂടെ ചേരുകയാണ്. അതെന്താണ്? ഉന്നതമായ കാര്യങ്ങളുണ്ട്, അത് പ്രാപിച്ചാൽ കൊള്ളാമെന്ന ഒരു താല്പര്യം മനസ്സിൽ ഉദിക്കുകയാണ്. മൂന്നാമത്തേത് അതിമാത്ര വൈരാഗ്യയിൽ എന്താണ്? ആ ഉന്നതമായ അവസ്ഥ പ്രാപിക്കണം എന്ന ഒരു വലിയ ആഗ്രഹം മനസ്സിൽ ശക്തി പ്രാപിക്കുകയാണ്. അതെത്ര മനോഹരമായിട്ടാണ് ഗ്രേഡ് ബൈ ഗ്രേഡ് ഇത് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ സന്തോഷവും ഇതുമൂലം പ്രയോജനവും ഉണ്ടാകുമെന്നത് എനിക്ക് ഉത്തമ വിശ്വാസമാണ്. അപ്പോൾ ഇത് മൂന്നാമത്തെ. നാലാമത്തെ ഘട്ടം എന്താണ്? പരവൈരാഗ്യ. പര എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും അറ്റം, പരമോന്നതം, പരബ്രഹ്മം, പരമാത്മാവ്. പരമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അങ്ങേയറ്റം, അതിനപ്പുറത്തൊന്നുമില്ല. പരം, പരമാർത്ഥം, പരമേശ്വരൻ, അങ്ങനെ പര. എവിടെയെങ്കിലും പര കണ്ടാൽ അത് ഏറ്റവും അങ്ങേയറ്റം, അത് സാൻസ്ക്രിറ്റ് റൂട്ടാണ്. അപ്പോൾ പരവൈരാഗ്യ, ഫൈനൽ സ്റ്റേജ്. അതെന്താണ്? ദിസ് ഈസ് എ ഹയർ സ്റ്റേജ് ഓഫ് റിനൗൺസിയേഷൻ ആൻഡ് ഇൻ ഇറ്റ് ദ മൈൻഡ് കംപ്ലീറ്റ്ലി ടേൺസ് അവേ ഫ്രം വേൾഡ്ലി ഓബ്ജക്ട്സ്. അതുകൊണ്ടാണ് യേശു പറയുന്നത് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അതിനെ വേണമെങ്കിൽ നമുക്ക് ഈ പരവൈരാഗ്യ എന്ന് പറയുന്ന സ്റ്റേജിനോട് സമാനമായി മനസ്സിലാക്കാം. അപ്പോൾ അവിടെ സാധാരണ മനുഷ്യൻ വിചാരിക്കുന്നത് അയ്യോ യേശുവിന് അങ്ങനെ ഒരു അപകടം പറ്റിയല്ലോ, പാവം യേശു. അങ്ങനെയല്ല. അത് നാം ഏറ്റവും സന്തോഷത്തോടെ അത്ഭുതത്തിൻ്റെ കാതുകളിൽ കൂടെ കേൾക്കേണ്ടതാണ്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല, അതിനാവശ്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ പ്രാപിച്ച ആത്മീയമായ വളർച്ച, അതിൻ്റെ സൂചകം ഇതാണ്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. പക്ഷേ അത് മാത്രമല്ല, അങ്ങനെ ആയിരിക്കുന്ന മനുഷ്യപുത്രന് ചരിത്രത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തല ചായ്ക്കാൻ ഇടമില്ലാത്തവനാണ് ലോകത്തെ ആശ്വസിപ്പിക്കുന്നത്. അതാണ് ഈ വൈരാഗ്യ അല്ലെങ്കിൽ റിനൗൺസിയേഷൻ അല്ലെങ്കിൽ ഓവർകമ്മിങ് ഡിസയർ. മോഹങ്ങളെ അതിജീവിക്കുന്നത് കൊണ്ടൊരു മനുഷ്യൻ പ്രാപിക്കുന്ന ആത്മീയ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയുടെ ഉച്ചകോടി എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മെ വളരെ സഹായിക്കും എന്നത് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയിലാണ് ഞാനിത് നിങ്ങളുമായി പങ്കെടുത്തത്. അപ്പോൾ ഇതൊരു വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ ആത്മീയമായി വളരണമെങ്കിൽ അവൻ ചെയ്യേണ്ടത് മോഹം എന്ന് പറയുന്ന ഈ വലിയ ശക്തിയെ
വശീകരണ ശക്തിയെ, മനുഷ്യന് ഏറ്റവും അപകടം വരുത്തി വെക്കുന്ന ഈ വശീകരണ ശക്തിയെ ഏറ്റവും പരിപൂർണമായി ആര് കീഴടക്കുന്നുവോ, അതിജീവിക്കുന്നുവോ, അവൻ ആത്മീയമായ വെളിച്ചമായി തീരുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണമെങ്കിൽ ഇത് ഒരു അനിവാര്യ ഘടകമാണ്. ലോകത്തെ മോഹിച്ചുകൊണ്ട് അതിൻ്റെ വെളിച്ചമായി തീരുവാൻ ആർക്കും സാധ്യമല്ല. ഇതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ പ്രോസ്പെരിറ്റി ഗോസ്പലിനെ ഒന്ന് പരിശോധിച്ച് നോക്കുവിൻ. ഈ മോഹങ്ങളുടെ ദുർവിശേഷം, സുവിശേഷമല്ല ദുർവിശേഷം, അല്ലെങ്കിൽ പൈശാചിക വിശേഷം, അതാണ് ഏറ്റവും നല്ല മോഹങ്ങളുടെ പൈശാചിക വിശേഷം. പ്രോസ്പെരിറ്റി ഗോസ്പലിന് ഞാൻ കൊടുക്കുന്ന ട്രാൻസ്ലേഷൻ എന്താണ്? പൈശാചിക വിശേഷം, പൈശാചിക മോഹവിശേഷം, അങ്ങനെതാണല്ല, പൈശാചിക മോഹവിശേഷം. പ്രോസ്പെരിറ്റി ഗോസ്പലിന് ഇന്ന് വരെ ഇല്ലാത്ത ഒരു പേര് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പൈശാചിക മോഹവിശേഷം. അതിൻ്റെ അപകടം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യേശു എന്ത് വിഭാവന ചെയ്തു? മനുഷ്യൻ്റെ ആത്മീയമായ വളർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി അനിവാര്യമായ അച്ചടക്കം എന്തെന്ന് യേശു വെളിപ്പെടുത്തി. അതിന് ഘടകവിരുദ്ധമായി ദൈവത്തിൻ്റെ സ്ഥാനത്ത് അതിമോഹത്തെ സ്ഥാപിക്കുകയും അത് നിലനിർത്തുന്നതിനാവശ്യമായ കള്ളത്തരം മാത്രം, അഭിനയം മാത്രം, സത്യത്തെ വലിച്ചു ദൂരെ എറിഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കേണ്ടതിന് അസത്യത്തിൻ്റെ സുനാമി അഴിച്ചുവിടുകയും ചെയ്യുന്ന പൈശാചികമായ ഒരു പ്രവർത്തനമാണ് ഈ പൈശാചിക മോഹവിശേഷം, പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് ദയവായി മനസ്സിലാക്കുക. അതിൽപ്പെട്ട ഒരു വ്യക്തി പോലും ഗുണം പിടിച്ചിട്ടില്ല. അതുമൂലം ജനങ്ങളെ വഞ്ചിച്ചവൻ ശപിക്കപ്പെട്ട വഞ്ചിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. അവിടെ സന്തതികൾ നശിച്ചു പോകുമെന്നതിന് യാതൊരു സംശയവും എനിക്കില്ല. അവിടെ പുറകെ പോകുന്നവർ കുഴിയിൽ വീഴും. അവർ അറിഞ്ഞുകൊണ്ട് നാശത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവരാണ്. ദൈവത്തെ നിരാകരിക്കുവാൻ, യേശുവിൻ്റെ ശുശ്രൂഷയെ 100% തള്ളിപ്പറയുവാൻ, ഉള്ളിലെ വെളിച്ചത്തെ ഊതിക്കെടുത്തുവാൻ ഏറ്റവും നല്ല പരിപാടി ഈ പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. പൈശാചിക ദുർമോഹ വിശേഷമാണ് എന്ന് ദയവായി മനസ്സിലാക്കണം എന്ന അഭ്യർത്ഥനയോടെ സമയം അങ്ങ് കൈവിട്ടു പോയതുകൊണ്ട് മാത്രം ചിന്തകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയുടെ ഉള്ളടക്കത്തെ വീണ്ടും പരിശോധിച്ച് ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ ഉള്ളടക്കം പ്രാവർത്തികമായി പ്രയോജനപ്പെടുത്തുവാൻ നന്നേ കൂട്ടാക്കും എന്ന ആത്യന്തികമായ പ്രത്യാശയിൽ സസന്തോഷം വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവരുടെയും ഉള്ളിൽ വെളിച്ചം കൂടുതൽ പ്രകാശിക്കട്ടെ. ആമേൻ.